സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് യെല്ലോ അലേർട്ട്. പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. കരിക്കകം കണ്ണമൂല മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരം കേശവൻ നായർ റോഡിൽ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും മഴ അതിശക്തമാണ്. ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ മേഖലകളിലും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടലടക്കമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. 4 ഏക്കറോളം കൃഷിഭൂമി തന്നെ ഒലിച്ചുപോയി എന്നതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ വ്യാപകമായ മഴക്കെടുതികളും സാഹചര്യങ്ങളുമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ്, മാറി നിന്ന മഴയാണ് ഇപ്പോൾ ശക്തമായി അനുഭവപ്പെടുന്നത്. ഇതിനിടയിൽ തിരുവനന്തപുരം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദം കൂടി ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 6:30 മാത്രമാണ് കളക്ടറുടെ അവധി പ്രഖ്യാപനമുണ്ടായത്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാൻ വൈകിയത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നതാണ് ആക്ഷേപം. ഈ ഭാഗത്തും വെള്ളം മഴ പെയ്ത ഉടനെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ്. പൊഴി മുറിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം കംപ്ലീറ്റ് പോയെന്നായിരുന്നു. നമ്മൾ പലരെയും വിളിച്ചു. ഇപ്പം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സ്ഥലം MLA ഇതുവരെ ഈ സ്ഥലം നോക്കിയിട്ടില്ല. അതാണ് ഏറ്റവും MLA വിളിച്ചു, രാവിലെ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പൊ ആ നിലയിലാണ് കരിക്ക പ്രദേശത്ത് മൊത്തം ഈ വീട് ഇപ്പൊ ഏതാനും നിമിഷം തന്നെ ഈ വീട് തന്നെ കട്ടയിട്ട പഴയ വീടാണ്. അത് നിലം പൊത്തും. ആ കണക്കിന് നമ്മൾ രാവിലെ 5 മണി മുതൽ പലരെയും വിളിക്കുകയാണ്. ഇപ്പൊ പൊഴിമുറി എന്നല്ലാതെ ഇതുവരെ മുറിഞ്ഞ അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ വെള്ളം വറ്റുന്നതാണ്. ഈ അടുത്ത കാലത്തായി ഇത്രയും വെള്ളം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. 81-ന് ശേഷം ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ സമയത്താണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രദേശത്ത് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ വളരെ ദൂഷമാണ്. മറ്റ് നടപടിയിലേക്ക് ജനങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ വീടൊക്കെ ഉടനെ ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലാണ്. വീട് മുറിക്ക് എല്ലാം സാധനങ്ങളെല്ലാം നനഞ്ഞ് എല്ലാം കട്ടില് പഴയ കട്ട കെട്ടിയ വീടാണ്. അത് ഉടനെ തന്നെ എന്തെങ്കിലും തീരുമാനം ആവും എന്നുള്ളതാണ്. വെള്ളം മുറിക്കകത്ത് മൊത്തം എല്ലാ മുറികളിലും വെള്ളം കയറി. ഏകദേശം 300ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ ആവുകയും അതോടൊപ്പം തന്നെ അതിൽ ഉണ്ടായ ഒരു കാലതാമസം എന്ന് പറയുന്നത് നമ്മുടെ പാർവതി പുത്തനാറിലെ വേളി പൊഴിയുമായി ബന്ധപ്പെട്ട് വേളിപ്പൊഴി മുറിയുന്നതുമായി ബന്ധപ്പെട്ട് വന്നുള്ളത് കാലതാമസമാണ്. ഇന്നലെ തന്നെ തഹസിൽദാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി ചെയ്യാമെന്നുമാണ് അദ്ദേഹം ഉറപ്പ് തന്നിരുന്നത്. പക്ഷെ ഇന്നലെ ചെയ്യാതെ വന്നു. വീണ്ടും ഇന്ന് രാവിലെ വെളുപ്പിന് അറിഞ്ഞ ഉടൻ തന്നെ കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് തഹസിൽദാരുടെ ശ്രദ്ധയപ്പെടുത്തി, വില്ലേജ് ഓഫീസറുടെ ശ്രദ്ധയപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ വേളി പൊഴി മുറിയാനുള്ള പണി പ്രാരംഭമാക്കണമെന്നുള്ള നിലയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ ഇത് ഉടൻ തന്നെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ സാധിക്കും. പൊഴി മുറിഞ്ഞുകൊണ്ട് പരിഹാരം കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം MLA ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെടുത്തി. അദ്ദേഹവും ഇടപെട്ട് തഹസിൽദാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധാടിസ്ഥാനത്തിൽ തന്നെ ഉടൻ തന്നെ വേളി പൊഴി ഉടനടി മുറിയുന്നതിനുള്ള നടപടിക്രമം പൂർത്തീകരിക്കും. അതോടൊപ്പം മറ്റ് ചില പോക്കറ്റുകളിൽ ഒറ്റപ്പെട്ട വീടുകളിൽ വെള്ളം കയറിയതുണ്ട്. അവിടെയും നഗരസഭയുടെ ജീവനക്കാരെ ഉപയോഗിച്ചുള്ള നടപടി, അതായത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ സാഹചര്യം. താഴ്ന്ന പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ചും ഈ പൊഴി മുറിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് വെള്ളക്കെട്ടിന് ഇടവെച്ചതെന്നാണ് കരുതുന്നത്. അതേസമയം ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോൾ ഇടുക്കി എഴുകും വയലിൽ ഉരുൾപൊട്ടലുണ്ടായി. 4 ഏക്കറോളം കൃഷിഭൂമിയാണ് അവിടെ ഒലിച്ചു പോയത്. അതിശക്തമായ മഴയാണ് മേഖലകളിൽ അനുഭവപ്പെടുന്നത്. വ്യാപക നാശനഷ്ടം. കുട്ടൻകവലയിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടായ കനത്ത മഴയിൽ ഈ പ്രദേശത്ത് കുറ്റ്യാനിക്കൽ സണ്ണി, ചെമ്മരപ്പള്ളിൽ അനീഷ് എന്നിവരുടെ 2 ഏക്കറിലധികം കാർഷിക ഭൂമി പൂർണ്ണമായി ഇടിഞ്ഞ് നശിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്ന ഏലം, കുരുമുളക് മുതലായ കൃഷികൾ പൂർണ്ണമായും ഒഴുക്കിൽപ്പെട്ട് നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. പ്രദേശത്ത് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ കുട്ടൻകവല മലർവാടിപ്പടി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. റോഡ് നിലവിൽ അപകടസ്ഥിതിയിലായിട്ടുണ്ട്.
വാഹനങ്ങൾ കടന്നു പോകുമെങ്കിലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ നാട്ടുകാർ അടിയന്തരമായി ഇടപെട്ട് വഴി അടച്ചു വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇടുക്കിയുടെ സാഹചര്യം. തിരുവനന്തപുരം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പൊഴി മുറിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ഈ മഴക്കെടുതി വെള്ളം ഇറങ്ങിപ്പോവാത്തത് പോയത് എന്നതാണ് അവിടുത്തെ കൗൺസിലറടക്കം ഉന്നയിക്കുന്ന ഒരാക്ഷേപം. എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന അതേ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണോ അവിടെ? സജിത്ത്, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ അതിശക്തമായ മഴയാണ് തലസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ വെള്ളക്കെട്ടിലേക്ക്, മഴക്കെടുതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സാധാരണയായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾക്ക് പുറമെ മറ്റ് ചിലയിടങ്ങളിൽ കൂടി വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വെൺപാലവട്ടത്തെ കിംസ് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. അതോടൊപ്പം കരിക്കകം, ചാക്ക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ചാക്കയിൽ സാധാരണ ദിവസങ്ങളിലെ തിരക്ക് നമുക്കറിയാം. ഓഫീസുകളിലേക്കും മറ്റും ആളുകൾ പോകുന്ന സമയത്ത് അവിടെ എത്ര വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെ വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടാൽ പിന്നെ കാര്യങ്ങൾ പറയേണ്ടതില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണമ്മൂലയിൽ പാർവതി പുത്തനാറിന്റെ ഒരു വശത്താണ്, ഒരു കരയിലാണ്. രാവിലെ ഇവിടെ ഏതാണ്ട് മൂടിയ തരത്തിൽ വെള്ളമായിരുന്നു. പക്ഷേ വേളിയിൽ പൊഴി മുറിച്ചു തുടങ്ങിയതോടെയാണ് വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ചേട്ടാ, ഇവിടെയാണോ താമസിക്കുന്നത്? എന്താണ് രാവിലെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പുത്തമ്പാലം എന്ന് പറഞ്ഞ കണ്ണമുല പുത്തമ്പാലം. ഇത് രാവിലെ 5:30 മണിക്ക് നല്ല പോലെ വെള്ളം പൊങ്ങി നല്ലപോലെ വെള്ളം പൊങ്ങി. നമ്മൾ പാറ്റൂര് ഇങ്ങനെ ഒരു ആട്ട പിടിച്ച് പോയപ്പോൾ പാറ്റൂര് ഏകദേശം ഇളിക്കടി വെള്ളം പാറ്റൂര് ജംഗ്ഷനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ തുപ്പൂരം മഴ തോന്നുന്നുണ്ട്, പൊഴി മുറിഞ്ഞുകൊണ്ടും ഇത്തിരി വെള്ളം. അത് മാത്രമല്ല, ഇവിടെ ഒരു കമ്പിപ്പാലം എന്ന് പറഞ്ഞ തൊട്ടടുത്തുണ്ട്. ആ പാലത്തിൽ കൂടെ ആ വെള്ളം കയറിയാണ് ഈ താഴെ താമസിക്കുന്ന ഈ ഇത്രയും കുടിലിൽ വെള്ളം കയറിയത്. ഇവിടെ എത്ര വീടുണ്ടോ? നമ്മുടെ ഏകദേശം 85-90 വീട് വരെ ആളുകളുണ്ട്. അത് പോയി കാണണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അവരെ ഓരോ പടിയിലും ഇങ്ങനെ വെള്ളം പൊങ്ങിക്കിടക്കുകയായിരുന്നു. അകത്ത് കയറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് എല്ലാം നമുക്കറിയാമെന്നുള്ളതാണ്. എനിക്ക് 70 വയസ്സായി, മനോരമ നായരാണ്. 70. ഈ പൊഴി മുറിക്കുന്നതിലുണ്ടായ താമസമാണ് ഈ വഴി. ഇപ്പം ഇതിനു മുമ്പേ ആണെങ്കിൽ ഇത് കൊട്ടേഷൻ കൊടുത്താണ് പൊഴി മുറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് ISR ഏറ്റെടുത്തതിന് ശേഷം അവര് പൊഴി മുറിക്കണോണ്ട് ഇത് രക്ഷപ്പെട്ടു പോവുകയാണ്. അതും പറയാം. നമ്മളെ ഗവൺമെന്റ് ISR ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ വെള്ളം ഇങ്ങനെ താരണത്. ശരി. അപ്പോൾ അങ്ങനെയാണ് ഈ ദുരിതങ്ങൾ പങ്കുവെക്കുന്നത് പ്രദേശവാസികൾ. ഈ താഴെ പ്രദേശം മുഴുവൻ വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു പുലർച്ചെ. പക്ഷേ വേളിയിൽ പൊഴി മുറിച്ചതോടെയാണ് വലിയ വെള്ളക്കെട്ടിന് തൽക്കാലത്തേക്കെങ്കിലും താൽക്കാലികമായ ശമനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണ്. ഇനിയും അതിശക്തമായ ഒരു മഴ കൂടി പെയ്താൽ വീണ്ടും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു. ഇവിടെ ഏതാണ്ട് 85ഓളം വീടുകളുള്ള സ്ഥലമാണ് ഈ പുത്തൻ പാലത്തിന് സമീപത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ ഉള്ളത്. അവിടെയാണ് ഇങ്ങനെ ഈ മഴക്കെടുതി വലിയ തരത്തിൽ പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. എല്ലാ തവണയും മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ മഴക്കെടുതി രൂക്ഷമാകുന്നതാണ്. പക്ഷേ ഓരോ തവണയും അത് അതിജീവിക്കേണ്ട നടപടികളൊക്കെ സർക്കാർ സ്വീകരിക്കാറുണ്ടെങ്കിലും ഇത് വളരെ അപ്രതീക്ഷിതമായൊരു മഴയാണ്. ഇന്നലെ അതിശക്തമായി ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ അത് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരിയെയും ഉൾപ്രദേശങ്ങളെയുമൊക്കെ സ്തംഭിപ്പിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പൊന്മുടി ടൂറിസം കേന്ദ്രം അടച്ചിരിക്കുകയാണ്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ 6:30 ശേഷം മാത്രമാണ് ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന തീരുമാനം എടുത്തത്. അതിനെതിരെയും വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഡാൻ ഈ നേരത്തെ വേളിയിൽ അവിടെ പൊഴി മുറിക്കാത്ത പ്രശ്നം പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അതിനുള്ള നടപടി ആരംഭിച്ചോ? അങ്ങനെയെങ്കിൽ വെള്ളം കെട്ട് പെട്ടെന്ന് വലിയും എന്ന് പ്രതീക്ഷിക്കണോ? ഇപ്പോൾ നഗരത്തിൽ മഴ അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ചെറിയ തോതിൽ മാത്രമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ ഒരു പ്രതികൂലമായ കാലാവസ്ഥ അങ്ങനെ നിലനിൽക്കുകയാണെന്ന് തന്നെ പറയണം. വേളിയിൽ
പൊഴി മുറിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊഴി മുറിച്ചത് മൂലമാണ് രാവിലെ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് താൽക്കാലികമായ ഒരു അയവെങ്കിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴ വീണ്ടും ശക്തമായാൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെയാണ് വേളിയിൽ പൊഴി മുറിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ആ വശങ്ങളിലേക്കൊക്കെ, അതായത് ഇവിടെ രാവിലെ മുമ്പ് ഈ പ്രദേശവാസി സൂചിപ്പിച്ചത് ഈ വീടുകൾക്കൊക്കെ സമീപത്ത് അവരുടെ സ്റ്റെപ്പുകളിലേക്ക് വരെ വെള്ളം കയറിയ നിലയിലായിരുന്നു. പക്ഷേ പൊഴി മുറിച്ചു തുടങ്ങിയതോടെ മാത്രമാണ് ആ പ്രതിസന്ധിക്ക് അയവ് വന്നത് എന്നതാണ്. അതാണ് നിലവിലെ സ്ഥിതി. എന്തായാലും ഈ പൊഴി മുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇനി അങ്ങോട്ട് ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നഗരസഭയും ജില്ലാ ഭരണകൂടവുമൊക്കെ ഉള്ളത്. യെസ്, എന്തായാലും വെള്ളക്കെട്ട് ഇപ്പോൾ നല്ല വെള്ളക്കെട്ടുണ്ട്, പക്ഷേ അത് കുറയുന്നു എന്നത് സൂചനയാണ് ഡാൻ നൽകുന്നത്. മഴ തൽക്കാലം മാറി നിൽക്കുന്നു.